നേപ്പാളിൽ നിന്നുള്ള കുടുംബമാണ് എച്ച് മഹാലക്ഷ്മി ദാസിൻ്റേത്. വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിലേക്ക് കുടിയേറിയതാണ് മഹാലക്ഷ്മിയുടെ മാതാപിതാക്കൾ. വളരെ ഒതുങ്ങിക്കൂടിയ പ്രകൃതക്കാരിയാണ്. ബാംഗ്ലൂരു വ്യാളികാവലിലെ അപ്പാർട്ട്മെന്റിൽ താമസിച്ച് അടുത്തുള്ള ഒരു മാളിൽ ജോലി ചെയ്തു വരികയായിരുന്നു അവർ. രാവിലെ 9 മണിയോടെ ജോലിക്ക് പോകുന്ന മഹാലക്ഷ്മി വൈകിട്ടോടെ തിരിച്ചെത്തുന്നതാണ് പതിവ്. ബിൽഡിംഗിൽ താമസിക്കുന്ന മറ്റുള്ളവർക്ക് അടുത്ത ദിവസങ്ങളിൽ എന്തോ ചീഞ്ഞ മണം കിട്ടുന്നുണ്ടായിരുന്നു. അടുത്തെങ്ങാനും വല്ലതും ചീഞ്ഞു കിടക്കുന്നതാകാമെന്ന് അവർ തുടക്കത്തിൽ കരുതി. എന്നാൽ സമയം ചെല്ലുന്തോറും മണം ശക്തമായി വന്നു. ഇതോടെ എന്തോ പന്തികേടുണ്ടെന്ന് അയൽവാസികൾക്ക് മനസ്സിലായി. അവർ ഉടമസ്ഥൻ ജയറാമിനെ ഇക്കാര്യം അറിയിച്ചു. കെട്ടിടത്തിലെ മുറികളിൽ ഓരോന്നിലും തിരയുമ്പോഴും ജയറാം മഹാലക്ഷ്മിയുടെ മുറിയെക്കുറിച്ച് സംശയിച്ചിരുന്നേയില്ല. അത്രയേറെ മര്യാദയോടെയും നിശബ്ദയായും കഴിയുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് പോലും വന്നില്ല. എന്നാൽ മുകളിലേക്കുള്ള മഹാലക്ഷ്മിയുടെ മുറിയുടെ മുമ്പിൽ ചെന്നപ്പോൾ മണം രൂക്ഷമായി. ഇതോടെ ജയറാം മഹാലക്ഷ്മിയുടെ വീട്ടുകാരെ വിവരമറിയിച്ചു. മുറി പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. മഹാലക്ഷ്മിയുടെ അമ്മയുടെയും സഹോദരിയുടെയും സാന്നിധ്യത്തിൽ പൂട്ട് പൊളിച്ചു. അകത്തേക്ക് നോക്കിയപ്പോൾ തന്നെ മരവിപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. തളം കെട്ടി നിൽക്കുന്ന രക്തത്തിൽ പുഴുക്കൾ നുഴയ്ക്കാൻ തുടങ്ങിയിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഈ രക്തമാണ് ചീഞ്ഞു നാറിയിരുന്നത്. ഒറ്റ ബെഡ്റൂം മാത്രമുള്ള ഈ അപ്പാർട്ട്മെന്റിൽ അടുക്കളയിലുള്ള ഫ്രിഡ്ജിൽ മനുഷ്യന്റെ ശരീരഭാഗങ്ങൾ ജയറാം കണ്ടെത്തി. ഉടനെ പോലീസിൽ വിവരമറിയിച്ചു. 5 മാസം മുമ്പാണ് മഹാലക്ഷ്മി ഈ അപ്പാർട്ട്മെന്റിലേക്ക് താമസിക്കാനെത്തിയത്. ബാംഗ്ലൂരു നഗരത്തിലെ നീലമംഗലയിലാണ് മഹാലക്ഷ്മിയുടെ കുടുംബം താമസിക്കുന്നത്. വിവാഹിതയാണെങ്കിലും ഭർത്താവുമായുള്ള പിണക്കം കാരണം മാറി താമസിക്കുകയാണ്. ഇരുവർക്കും 4 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട്. 2 ആഴ്ച മുമ്പായിരിക്കണം കൊലപാതകം നടന്നിരിക്കുക എന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. പോലീസും ഫോറൻസിക് വിദഗ്ധരുമെല്ലാം ചേർന്ന് പരമാവധി തെളിവുകൾ സ്ഥലത്ത് നിന്ന് ശേഖരിച്ചിട്ടുണ്ട്. മഹാലക്ഷ്മിയുടെ ഭർത്താവും കുഞ്ഞും നീലമംഗലയിലാണ് താമസിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയോളമായി മഹാലക്ഷ്മിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് ബന്ധുക്കൾ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതുവരെയും ബന്ധുക്കൾ ആരും തന്നെ ഇവരെ തെരഞ്ഞു വരാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സെപ്റ്റംബർ 2-നോ 3-നോ ഒക്കെ നടന്നിരിക്കാമെന്നാണ് പോലീസിന്റെ അഭിപ്രായം. ഈ ദിവസങ്ങളിലാണ് മഹാലക്ഷ്മിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയത്. ഒരാൾ ഒറ്റയ്ക്ക് നടത്തിയതാകില്ല കൊലപാതകമെന്നാണ് സംശയിക്കുന്നത്. മഹാലക്ഷ്മിയുടെ കോൾ റെക്കോർഡുകൾ അടക്കം പരിശോധിച്ചു വരികയാണ് പോലീസ്.